إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا സ്നേഹമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരികൾ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൃഷ്ടാവും പരിപാലകനും സംരക്ഷകനുമായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ, അവന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പ്രവാചക സ്നേഹം എന്ന പേരിൽ നമ്മുടെ നാടുകളിൽ ചില ആളുകൾ വലിയ ആഘോഷങ്ങൾ നടത്തിയ ആശ്വാസത്തിനാണ്. റബീഉൽ അവ്വൽ മാസത്തോടുകൂടി, റബീഉൽ അവ്വൽ 12 അവരുടെ ഈ വർഷത്തെ പ്രവാചക സ്നേഹം, നബി സ്നേഹം അവസാനിക്കുകയാണ്. സ്നേഹത്തിന്റെ പേരിൽ നടന്ന പലതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ധിക്കാരമായിരുന്നു എന്നതാണ് സത്യം. അത്രമാത്രം ബേക്കൂത്തുകളും കോപ്രായങ്ങളുമാണ് ഈ ഒരു ദിവസത്തിൽ പ്രവാചക സ്നേഹത്തിന്റെ മറവിൽ ഈ ആളുകൾ കാട്ടിക്കൂട്ടിയത്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ 365 ദിവസവും അവരുടെ മരണം വരെ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാൻ കടപ്പെട്ടവരാണ്. എങ്ങനെയാണ് ആ സ്നേഹം
ഫമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. വമാ ആതാകുമുർ റസൂലു, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് ഏതൊന്നു കൊണ്ടുവന്നുവോ ഫഖുദൂഹു, അത് നിങ്ങൾ സ്വീകരിക്കണം. വമാ നഹാകും അൻഹു ഫന്തഹു, അല്ലാഹുവിന്റെ റസൂല് നിങ്ങൾക്ക് ഏതൊന്ന് വിരോധിച്ചുവോ ആ വിരോധിച്ച സംഗതികളിലെല്ലാം വിട്ടു നിൽക്കണം, വെടിയണം. അങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു തീരുമാനത്തിന്, പ്രവാചകന്റെ തീരുമാനത്തിന് വിരുദ്ധമായി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരഭിപ്രായവും പാടുള്ളതല്ല. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ അയ്യകൂന ലഹുമുൽ ഖൈറത്തു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. ഒരു വിശ്വാസിക്കോ വിശ്വാസിനിക്കോ പാടുള്ളതല്ല, അവർക്ക് യോജിച്ചതല്ല, അല്ലാഹുവോ അവന്റെ റസൂലോ ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ, ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, അതിങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ ഒരു വിഷയത്തില് അവരവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു തീരുമാനമെടുക്കുക എന്നുള്ളത് വിശ്വാസികൾക്ക് യോജിച്ചതല്ല. ആരെങ്കിലും അല്ലാഹുവിനും റസൂലിനും എതിര് പ്രവർത്തിച്ചാൽ അവർ വ്യക്തമായ വഴികേടിലാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ആരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം? നമുക്കറിയാം, ലോകം കണ്ടവരിൽ വെച്ച്, ഇനി കാണാനുള്ളവരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാണ് നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹാനായ നേതാവ് പ്രവാചക ശൃംഖലയ്ക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് കടന്നു വന്ന പ്രവാചകനാകുന്നു. ആ പ്രവാചകന്റെ മഹത്വം ഏതാനും സമയം കൊണ്ട് പറഞ്ഞാൽ തീരുന്നതല്ല, അത് എഴുതിയാൽ അവസാനിക്കുന്നതല്ല. മറിച്ചോ അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം ലോകത്ത് ഉണ്ടായിട്ടില്ല, ഇനിയൊട്ടുണ്ടാവുകയുമില്ല എന്നതാണ് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം. സഹോദരങ്ങളെ, മുഴുവൻ പ്രവാചകന്മാരെയും അംഗീകരിക്കുകയും ആ പ്രവാചകന്മാരിലെല്ലാം വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് മുസ്ലിമീങ്ങൾ. ഏതെങ്കിലും ഒരു പ്രവാചകനെ തള്ളിപ്പറയുന്നവർക്കോ ഏതെങ്കിലും പ്രവാചകനെ അനാദരിക്കുന്നവർക്കോ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കുന്ന മുസ്ലിമീങ്ങൾ ആ പ്രവാചകന്മാരിൽ ചില പ്രവാചകന്മാർക്ക് ചിലരേക്കാൾ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും ഉള്ളതായി മനസ്സിലാക്കുന്നു. അക്കൂട്ടത്തിൽ എന്തുകൊണ്ടും അള്ളാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ സിദ്ധിച്ചിട്ടുള്ള, അള്ളാഹുവിന്റെ ഒരുപാട് ശ്രേഷ്ഠതകൾ കൊണ്ട് അള്ളാഹു ആദരിച്ചിട്ടുള്ള പ്രവാചകനാണ് നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലേ അള്ളാഹു ഖുർആനിലൂടെ പ്രവാചകനോട് പറഞ്ഞത്, വഇന്നക ലഅലാ ഖുലിഖിൻ അദീം. ഓ നബിയെ, താങ്കൾ ഏറ്റവും മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ്. ഏറ്റവും മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാകുന്നു അങ്ങ് എന്ന് അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദുനിയാവിലെ ഈ ലോകത്തിലുള്ള ഖ്യാതി എത്രയാണ്, ആ പ്രവാചകന്റെ സ്ഥാനം എത്രയാണ്. നബിയെ, നിന്റെ കീർത്തിയെ നാം നിനക്ക് ഉയർത്തി തന്നിട്ടില്ലേ? ഉയർത്തി തന്നിരിക്കുന്നു എന്നാണ് അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച്, പ്രവാചകന്റെ ഈ ലോകത്തിലുള്ള ഖ്യാതിയെ സംബന്ധിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ആലോചിച്ചു നോക്കൂ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കാത്ത ഒരു രാജ്യമുണ്ടോ? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 5 നേരത്തെ ബാങ്കിന്റെ ധ്വനികളിലൂടെ അതേ പള്ളി വിനാരങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന ആ ബാങ്കിന്റെ ധ്വനികളിൽ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ 24 മണിക്കൂറും മുഴങ്ങി കേൾക്കുന്ന ഒരേ ഒരു നാമം, അത് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരല്ലാതെ ലോകത്തൊരു വ്യക്തിയുടെയും പേരില്ല എന്ന് നമുക്കറിയാം. അതാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ കീർത്തി. അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം അത്രത്തോളം വാനോളം ഉയർന്നതാണ്.
ആ പ്രവാചകന്റെ പേര് പറയാത്ത ബാങ്ക് ബാങ്കല്ല, ആ പ്രവാചകന്റെ പേര് പറയാത്ത നമസ്കാരം നമസ്കാരമല്ല എന്നാണ് നമ്മുടെ വിശ്വാസം. സഹോദരങ്ങളെ, ആ പ്രവാചകന് സാധാരണക്കാരനാണ് അല്ലെങ്കിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് എന്ന് പറയാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുമോ? പലപ്പോഴും ചില ആളുകൾ ചോദിക്കാറുണ്ട്, അല്ല, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാധാരണക്കാരനായി കൊണ്ടാണ് ചിത്രീകരിക്കുന്നത്. പ്രവാചകനെ സ്നേഹിക്കണമെന്ന് പറയുമ്പോ, പ്രവാചകന്റെ സുന്നത്തിനെ പിൻപറ്റണമെന്ന് പറയുമ്പോ പല ആളുകൾക്കും ചോദിക്കാനുള്ളത്, സമൂഹത്തിന്റെ മുമ്പിൽ പ്രവാചകനെ ഇടിച്ചു താഴ്ത്തുന്ന ആളുകൾ, ആ പ്രവാചകനെ അംഗീകരിക്കാത്തവർ, പ്രവാചകന് വെറും സാധാരണക്കാരനായി മുദ്ര കുത്തുന്ന ആളുകളാണല്ലോ നിങ്ങൾ എന്ന് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനല്ല. ഏതർത്ഥത്തിലാണ് ഖുർആൻ ഉപയോഗിക്കുന്നത്? നമ്മളെ പോലെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന വിചാരങ്ങളുള്ള ഒരു മനുഷ്യനായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിലേക്ക് കടന്നു വന്നത്. പ്രവാചകൻ ജിന്നല്ല, പ്രവാചകൻ മലക്കല്ല, മറിച്ച് മനുഷ്യനാണ്. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ. വിശുദ്ധ ഖുർആൻ 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ ആയത്തിൽ കാണാം, പറയൂ നബിയേ, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു സാധാരണ മനുഷ്യൻ മാത്രമാകുന്നു. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, എങ്കിൽ നമ്മളെ പോലെയാണോ? അല്ല, പ്രവാചകന്റെ പ്രത്യേകത യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹീ ലഭിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന് വഹീ ലഭിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റുള്ള ആളുകൾ, വ്യക്തികളിൽ നിന്നുള്ള പ്രത്യേകത അതാണ്. മാത്രവുമല്ല, ഒരുപാട് മുഅ്ജിസത്തുകൾ നൽകി അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണഗതിയിൽ മനുഷ്യർക്ക് പ്രകടമാക്കാൻ കഴിയാത്ത ദൃഷ്ടാന്തങ്ങളാണ് മുഅ്ജിസത്തുകൾ. പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പ്രവാചകത്വം തെളിയിക്കുന്നതിന് അവരിലൂടെ അള്ളാഹു പ്രകടമാക്കുന്ന അമാനുഷികവും അസാധാരണമായ സംഭവങ്ങൾക്കാണല്ലോ മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പ്രകടമാക്കപ്പെട്ട എല്ലാ മുഅ്ജിസത്തുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തിന്റെ ഭാഗമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതെ, പ്രവാചകന് ലഭിച്ച ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത് അത് വിശുദ്ധ ഖുർആനാണ് എന്ന. അതുപോലെ പ്രവാചകന്റെ ജീവിതത്തില് പ്രവാചകന്റെ മഹത്വം ഉയർത്താൻ അള്ളാഹുവിന്റെ റസൂലിലൂടെ അള്ളാഹു കാണിച്ച ഒരുപാട് മാനുഷികമായ സംഭവങ്ങള്, മുഅ്ജിസത്തുകള്, ഹദീസിന്റെ ഏടുകൾ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. അതിലൊന്ന്, മറ്റു പ്രവാചകന്മാർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി കൊണ്ടുനിന്ന് നമസ്കാരത്തിന് നേതൃത്വം നൽകിയെന്ന. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അള്ളാഹു പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. അവർക്കൊന്നും ലഭിക്കാത്ത, അള്ളാഹു ഒരൊറ്റ പ്രവാചകന് നൽകാത്ത ഒരു പ്രത്യേകത നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകി. അഥവാ ഇസ്രായിന്റെ വേളയിൽ ഒരു വട്ടം പ്രവാചകന്മാരെ കണ്ടുമുട്ടി ആ പ്രവാചകന്മാർക്ക് ഇമാമായി കൊണ്ട് നിസ്കരിക്കാനുള്ള ആ ഒരു ഭാഗ്യം അള്ളാഹു നൽകിയത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ്. അങ്ങനെ പ്രവാചകന്റെ ഖ്യാതിയും പ്രവാചകന്റെ മഹത്വവും പ്രവാചകന്റെ സ്ഥാനവും അള്ളാഹു മറ്റുള്ള പ്രവാചകന്മാരെക്കാൾ ഉയർത്തി കാണിച്ചു എന്നാണ് ഹദീസ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ അത്യത്ഭുതവും അസാധാരണവുമായ സംഭവമായിരുന്നു ഇസ്റാഉം മിഅ്റാജും. അതെ, അന്ന് ഒരു മാസം ദൂരം അകലെയുള്ള ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് മക്കയിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ രാത്രി കൊണ്ട് പ്രവാചകൻ യാത്ര ചെയ്ത് പുലർച്ചെ തന്റെ വീട്ടിൽ താൻ കിടന്നുറങ്ങുന്ന അതേ സ്ഥലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചെത്തിയ ആ സംഭവമാണല്ലോ ഇസ്റാ എന്നറിയപ്പെടുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉത്തരം മുട്ടിക്കാൻ ശത്രുക്കൾ ശ്രമിച്ചപ്പോഴൊക്കെ അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായം ലഭിച്ചിട്ടുണ്ട്. ശത്രുക്കളാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അപമാനിക്കപ്പെടുന്നതിൽ നിന്നും അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു പ്രത്യേകമായ കാവൽ നൽകി ആദരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്റാഉം മിഅ്റാജ് യാത്രയ്ക്ക് ശേഷം ഉണ്ടായ സംഭവത്തെ പറ്റി
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇസ്രായിനെയും മിഅ്റാജിനെയും സംബന്ധിച്ച് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്ന സന്ദർഭം, അതാ പ്രവാചകൻ കഅബയുടെ പരിസരത്തിരിക്കുകയാണ്. പ്രവാചകൻ ആ സംഭവം ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുന്നു. ആ യാത്രാ വിവരണം കേട്ടപ്പോൾ ഖുറൈശികൾ യാത്രയുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങളും പ്രവാചകനോട് ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസിൽ പോയ വിവരം ആ സമൂഹത്തോട് പറഞ്ഞപ്പോ ബൈത്തുൽ മുഖദ്ദസ് കണ്ടവർക്ക് മാത്രം ഉത്തരം പറയാൻ കഴിയുന്ന ചില ചോദ്യങ്ങളാണ് അവർ പ്രവാചകന്റെ മുന്നിൽ ഉന്നയിച്ചത്. എന്തിനായിരുന്നു അവരുടെ ചോദ്യം? മുഹമ്മദ് ഉത്തരം പറയുന്നില്ല എങ്കിൽ, നമ്മുടെ ചോദ്യങ്ങൾക്ക് മുഹമ്മദ് കൃത്യമായ മറുപടി നൽകുന്നില്ല എങ്കിൽ മുഹമ്മദ് കള്ളനാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അതിനു വേണ്ടിയായിരുന്നു പ്രവാചകനോട് അവർ ചോദിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ ജനങ്ങൾക്കിടയിൽ പ്രവാചകനെ അപമാനപ്പെടുത്തുക എന്ന്, പ്രവാചകനെ നിന്ദിക്കുക എന്നതായിരുന്നു ആ ചോദ്യത്തിന്റെ ഉള്ളടക്കം. അതിനായി ബൈത്തുൽ മുഖദ്ദസിന്റെ വാതിലുകളെ പറ്റി പ്രവാചകനോട് ചോദിച്ചു. അങ്ങനെ പലതും അവർ ചോദിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എനിക്ക് പ്രയാസമുണ്ടായി, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എനിക്ക് വിഷമമുണ്ടായിരുന്നു എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. ബൈത്തുൽ മുഖദ്ദസ് കാണാത്തതിലാണോ, അല്ലെങ്കിൽ അവിടെ പ്രവാചകൻ പോകാത്തത് കൊണ്ടല്ല, മറിച്ച് സ്ഥിരമായി കാണുന്ന ഒരു വസ്തുവാണെങ്കിൽ പോലും അതിന്റെ മുഴുവൻ വശങ്ങളെ കുറിച്ച് കിഴിഞ്ഞന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കും പലപ്പോഴും അതിന് മറുപടി പറയാൻ സാധിച്ചു കൊള്ളണമെന്നില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. തന്നെ അപമാനിക്കുവാനും നിന്ദിക്കുവാനും ശത്രുക്കൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിൽ പ്രയാസപ്പെട്ടതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റത്തെ വിഷമത്തിലായി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു ആ സമയത്ത് ബൈത്തുൽ മുഖദ്ദസ് നേർക്ക് നേരെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നു. എത്രയോ കാലങ്ങൾക്കപ്പുറം സ്ഥിതി ചെയ്യുന്ന ആ ബൈത്തുൽ മുഖദ്ദസ് പ്രവാചകന്റെ മുമ്പിലേക്ക് പ്രവാചകൻ കാണുകയാണ്. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയ പ്രകടമായ ഒരു മുഅ്ജിസത്തായിരുന്നു അത് എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 3886 നമ്പർ ഹദീസിൽ നമുക്ക് കാണാം. യഖൂലു പ്രവാചകൻ പറയുന്നു, യമാ കദ്ദബനി ഖുറൈശൻ കുന്തു ഫിൽ ഹിജ്രി ഫജലല്ലാഹു ലി ബൈത്തുൽ മുഖദ്ദസ് ഫതഫിഖതു അഖ്ബിറുഹും അന്നായാതിഹി വഅന ഉൻദുറു ഇലൈഹി. ഖുറൈശികൾ എന്നെ കളവാക്കിയപ്പോൾ ഞാൻ ഹിജ്റിൽ നിന്നു അല്ലാഹു ബൈത്തുൽ മുഖദ്ദസ് എനി വെളിവാക്കി തന്നു. ഞാൻ അതിലേക്ക് നോക്കിക്കൊണ്ട് അവിടെയുള്ള ഓരോ അടയാളങ്ങളും വാന അൻദുറു ഇലൈഹി, ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നോക്കിക്കൊണ്ട് ആ ശത്രുക്കൾ ചോദിച്ച ഓരോ ചോദ്യത്തിനും മറുപടി പറയാൻ എനിക്ക് സാധിച്ചു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അപ്പോൾ ബൈത്തുൽ മുഖദ്ദസ് പ്രവാചകന് നേർക്ക് നേരെ മുമ്പിൽ കൊണ്ടുവന്ന് ആ ശത്രുക്കളുടെ ചോദ്യത്തിന് മറുപടി പറയാനുള്ള അവസരം അല്ലാഹു ഉണ്ടാക്കി കൊടുത്തത് പ്രവാചകന് ലഭിച്ച മുഅ്ജിസത്തിന്റെ ഭാഗമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ മറ്റൊന്ന്, പ്രവാചകന്റെ വിരലുകളിൽ നിന്നും വെള്ളം വീഴുന്നു. അനസ് റളിയല്ലാഹു അൻഹു നിവേദിച്ച ഹദീസിൽ കാണാം, അന്നഹു ഖാല റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹാനതു സ്വലാത്തുൽ അസ്രി ഫൽതമിസുൽ വുദൂഅ ഫലം യജിദൂഹു ഫആതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിവുദൂഇൻ ഫവളഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദാലികൽ ഇനാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അസർ നമസ്കാര സമയമായപ്പോ ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടു. അപ്പോൾ ജനങ്ങൾക്ക് വുളൂ ചെയ്യാനുള്ള വെള്ളം പ്രവാചകൻ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ വുളൂയിനുള്ള പാത്രം പ്രവാചകന്റെ മുമ്പിൽ കൊണ്ടുവരപ്പെട്ടു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാത്രത്തിൽ തന്റെ കൈവച്ചു. ജനങ്ങളോട് അതിൽ നിന്ന് വുളൂ ചെയ്യാൻ അവിടുന്ന് കൽപ്പിച്ചു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനെ അവരിലെ അവസാനത്തെയാളും വുളൂ ചെയ്യുന്നത് വരെ പ്രവാചകന്റെ വിരലുകളുടെ താഴെ നിന്നും വെള്ളം പൊടിയുന്നത് ഞാൻ കാണുകയുണ്ടായി. فأمر الناس
അയതവല്ലഉ മിൻഹു ഫറഅയ്തുൽ മാഅ യംബു മിൻ തഹ്തി അസാബിഹി ഫതവല്ല അന്നാസു ഹത്താ തവല്ലഉ മിൻ നിന്ദി ആഹിരികം. അവസാനത്തെ മനുഷ്യനും വുളു എടുക്കുന്നത് വരെ പ്രവാചകന്റെ വിരലിന്റെ ഇടയിൽ നിന്ന് വെള്ളം ആ പാത്രത്തിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ എല്ലാവരും വുളു എടുത്തു എന്ന് സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 3873 നമ്പർ ഹദീസ് നമുക്ക് കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരും ഒരിക്കൽ ഒരു യാത്രയിലായിരുന്നു. 300 400 അധികം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. നമസ്കാരത്തിന്റെ സമയമായി, വുളു ചെയ്യാൻ വെള്ളമില്ല, കയ്യിൽ സൂക്ഷിച്ചിരുന്ന വെള്ളമെല്ലാം തീർന്നുപോയി. അവർ പലയിടത്തും വെള്ളം അന്വേഷിക്കുന്നു, അവർക്ക് വെള്ളം ലഭിക്കുന്നില്ല. ഒരു സഹാബിയുടെ കൈവശം അല്പം വെള്ളമുണ്ടായിരുന്നു. ആ വെള്ളമുള്ള പാത്രം അതാ നബിയുടെ കയ്യിലേക്ക് നൽകുന്നു. ആ പാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാത്രത്തിൽ തന്റെ ശറഫാക്കപ്പെട്ട കൈ ആ പാത്രത്തിലേക്ക് അതാ പ്രവേശിപ്പിക്കുന്നു. അതോടുകൂടി അത്ഭുതം അതാ സംഭവിക്കുകയായി. പ്രവാചകന്റെ വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം പൊട്ടി പൊട്ടി വരികയായി. ജനങ്ങളോട് അവിടുന്ന് വുളു ചെയ്യാൻ കൽപ്പിക്കുന്നു. അവരെല്ലാവരും ആ പാത്രത്തിൽ നിന്ന് വുളു ചെയ്യുന്നു. സഹോദരങ്ങളെ, തീർന്നില്ല. ഹുദൈബിയ്യ ദിവസം ജനങ്ങൾ ദാഹിച്ചു. ജനങ്ങൾക്ക് ദാഹം കൊണ്ട് പൊറുതുമുട്ടി. അവർക്ക് കുടിക്കാൻ വെള്ളമില്ല, അവർക്ക് വുളു എടുക്കാൻ വെള്ളമില്ല. എന്ത് വേണം? പ്രവാചകൻ ചോദിച്ചു. ഞങ്ങൾക്ക് കുടിക്കാനും വുളു ചെയ്യുവാനുമായി ഞങ്ങളുടെ മുന്നിൽ കുറച്ചു വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാത്രത്തിൽ കൈവച്ചു. ആ വിരലുകൾക്കിടയിൽ നിന്ന് ഉറവയെന്നോണം ജലം ഒഴുകുവാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കുടിച്ചു, വുളു ചെയ്തു. ഞങ്ങൾ എത്ര പേരുണ്ടായിരുന്നറിയുമോ? 1500 പേരുണ്ടായിരുന്നു. 1,00,000 പേരുണ്ടെങ്കിലും അവർക്ക് മുഴുവൻ കുടിക്കാനും വുളു എടുക്കാനുമുള്ള വെള്ളം അല്ലാഹുവിന്റെ റസൂലിന്റെ വിരലിന്റെ ഉള്ളിലൂടെ ഉറവയായി പുറപ്പെട്ടു എന്ന് സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 3876 നമ്പർ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്ത്, അതാണ് പ്രവാചകന്റെ മഹത്വം. തീർന്നില്ല. പ്രവാചകന്റെ ഉമിനീരിലും പ്രവാചകന്റെ വിയർപ്പിലും പ്രവാചകന്റെ ശരീരത്തിലും ബറക്കത്ത് ശിഫയുമുണ്ട് എന്നാണ് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. യസീദ് ബിൻ അബീ ഉബൈദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു, സലമയുടെ കാലിൽ വെട്ടുകൊണ്ട് അടയാളം ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു, യാ അബാ മുസ്ലിം മാ ഹാദിഹി സർബ, എന്താണ് നിനക്ക് പറ്റിയത്? പറഞ്ഞു, എനിക്ക് വെട്ടേറ്റതാണ്, ഖൈബർ യുദ്ധ ദിവസം എനിക്ക് വെട്ടേറ്റതാണ്. അപ്പോൾ ജനങ്ങൾ വിളിച്ചു പറഞ്ഞു, സലമയ്ക്ക് വെട്ടേറ്റിരിക്കുന്നു. അങ്ങനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നു. ഫനഫസ ഫീഹി സലാസു നഫസാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം എന്റെ കാലിലേക്ക് ഊതി. പിന്നീട് ഈ നിമിഷം വരെ ആ വെട്ടേറ്റതിന്റെ പ്രയാസം എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല, എനിക്കുണ്ടായിട്ടില്ല. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 4206 നമ്പർ ഹദീസാണ്. സഹോദരങ്ങളെ, തീർന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് മുഅ്ജിസത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഉമ്മു സലീം റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അതെ, പ്രവാചകൻ കിടന്നുറങ്ങുന്ന സ്ഥലത്ത് ആ വിരിപ്പിൽ പ്രവാചകൻ ആ തോട് കൊണ്ടുള്ള വിരിപ്പ് കിടന്നുറങ്ങുമ്പോ ഞാൻ അവിടെ ചെന്നപ്പോ പ്രവാചകൻ നല്ലതുപോലെ വിയർത്തിട്ടുണ്ട്. പ്രവാചകന്റെ ആ വിയർപ്പ് മുഴുവൻ ആ തോലിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. പ്രവാചകൻ ഉറക്കത്തിലാൻ ആ വിയർപ്പ് മുഴുവൻ ഞാൻ ശേഖരിക്കുവാൻ തുടങ്ങി. പ്രവാചകൻ ഒന്ന് ചോദിച്ചു, അല്ല ഉമ്മൈസ്രൈം, നീ എന്താണ് ചെയ്യുന്നത്? താങ്കളുടെ വിയർപ്പ് ഞാൻ ശേഖരിക്കുകയാണ്, ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കാൻ ബറക്കത്ത് വെക്കാൻ വേണ്ടി അതാ താങ്കളുടെ വിയർപ്പ് ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകുന്നു. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സഹോദരങ്ങളെ, തീർന്നില്ല. മറ്റൊരു സംഭവം നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഈ തപ്പന മുട്ടി തേങ്ങിക്കരഞ്ഞ സംഭവം. അതേ പ്രിയപ്പെട്ടവരെ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദിച്ച ഹദീസിൽ കാണാം, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബു ഇലാ ജിദ്ഇൻ فلما تخول إليه فغن الجدو فأتاه فمسح يده عليه. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഈത്തപ്പന തടിയിലായിരുന്നു ഖുതുബ നടത്തിയിരുന്നത്. യഖ്തുബു ഇലാ ജിദ്ഇൻ, ഒരു ഈത്തപ്പന തടിയിൽ ചാരി നിന്നുകൊണ്ടാണ് പ്രവാചകൻ ഖുതുബ നടത്തിയിരുന്നത്. അങ്ങനെ മറ്റൊരു മിമ്പർ പ്രവാചകൻ പകരമായി സ്വീകരിക്കുകയും അതിലേക്ക് കയറി നിന്ന് ഖുതുബ നടത്തുകയും ചെയ്തപ്പോ ആ മരത്തടി
പ്രവാചകൻ മുമ്പ് ഹുത്തുമ നടത്തിയിരുന്ന ആ മരത്തടി തേങ്ങിക്കരയുകയും ചെയ്യുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മരത്തടിയുടെ അടുക്കലേക്ക് വരുന്നു, തന്റെ കൈ കൊണ്ട് അതിൽ തടവുന്നു, ആ മരത്തടിയെ സമാധാനിപ്പിക്കുന്നു. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത 3583 നമ്പർ ഹദീസാണ്. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന യഖൂമു യൗമുൽ ജുമുഅത്തി ഇലാ ശദറത്തിൻ ഔ നഖലത്തിൻ. പ്രവാചകൻ വെള്ളിയാഴ്ച ദിവസം ഖുത്ബ നടത്തിയിരുന്ന ഈത്തപ്പന തടുകൊണ്ടുണ്ടാക്കിയ ഒരു മിമ്പർ ഉണ്ടായിരുന്നു. ഫഖാലത്ത് ഇംറഅത്തും മിനൽ അൻസാർ, അൻസാറുകളിൽപ്പെട്ട ഒരു സ്ത്രീ ചോദിച്ചു, അല്ലയോ നബിയേ, യാ റസൂലല്ലാഹ്, അലാ നജഅലു ലക മിമ്പറൻ, ഒരു പുതിയൊരു മിമ്പർ താങ്കൾക്ക് വേണ്ടി ഞാൻ നിർമ്മിച്ചു തരട്ടെയോ? പ്രവാചകൻ കാലയിൻ ശീത്തും, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. ഫജഅലൂ ലഹു മിമ്പറാ, അങ്ങനെ പ്രവാചകന് വേണ്ടി ഒരു മിമ്പർ നിർമ്മിക്കപ്പെട്ടു. ഫലമ്മാ കാന യൗമുൽ ജുമുഅത്തി ദുഫിയ ഇലൽ മിമ്പരി വസാഗത്തിൻ നഗ്ലതു സിയാഗസ് സബീ. അങ്ങനെ 3 നടകളുള്ള സ്റ്റെപ്പുള്ള ഒരു മിമ്പർ പ്രവാചകന് വേണ്ടി പുതുതായി കൊണ്ടുവന്നു. എന്നിട്ടോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പഴയ മിമ്പർ പള്ളിയുടെ ഒരു മൂലയിലേക്ക് പ്രവാചകൻ ചാരി വെച്ചു. എന്നിട്ട് ഖുത്ബയ്ക്ക് വേണ്ടി ആ മിമ്പറിലേക്ക് പ്രവാചകൻ കയറി ഖുത്ബ ആരംഭിച്ചപ്പോ പ്രവാചകൻ കേൾക്കുകയാണ് ഒരു കരച്ചിൽ. ഒരു കുഞ്ഞു കുട്ടി പൊട്ടി പൊട്ടി തേങ്ങി തേങ്ങി കരയുന്ന ഒരു കരച്ചിലാണ് പ്രവാചകൻ കേൾക്കുന്നത്. പ്രവാചകൻ ആ മിമ്പറിൽ നിന്ന് ഇറങ്ങുന്നു. ആ തേങ്ങിക്കരയുന്ന ഈ തപ്പന തടിയുടെ ആ മിമ്പറിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് ആ മിമ്പറിനാഥാ പ്രവാചകൻ അടച്ചുകൂട്ടുകയാണ്, തന്നിലേക്ക് ചേർത്ത് നിർത്തുകയാണ്. എന്നിട്ട് ആ മിമ്പറിനെ പ്രവാചകൻ സമാധാനിപ്പിക്കുകയാണ്. കാനത്ത് തബിക്കി, എന്നിട്ട് പ്രവാചകൻ സഹാബത്തിനോട് പറയുന്നു, എന്തിനാണ് ആ മിമ്പറിനെ സമാധാനിപ്പിച്ച ശേഷം അതേ ഇതുവരെ ഉപയോഗിച്ചിരുന്ന ആ ഒരു മിമ്പറിനെ മാറ്റി പുതിയ മിമ്പറിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ കടന്നു ചെന്നപ്പോ സഹിക്കാൻ കഴിയാതെ പൊട്ടിക്കരയുന്ന മിമ്പർ. എന്നിട്ട് ആ മിമ്പറിനെ പ്രവാചകൻ സമാധാനിപ്പിക്കുന്നു. അലമാകാനത്ത് തസ്മഉ മിനദ്ദകരി, അതേ ഉത്ബോധനങ്ങൾ കേട്ടുകൊണ്ടാണ് ആ മിമ്പർ കരയുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നു. സഹോദരങ്ങളെ, ഒരു ചെറിയ കുട്ടി തേങ്ങിക്കരയുന്നത് പോലെ ആ പഴയ മിമ്പർ തേങ്ങിക്കരയുന്നത് പ്രവാചകൻ കേൾക്കുന്നു. തന്നിലേക്ക് അണച്ചുകൂട്ടി ആ കുട്ടികളെ പോലെ കരഞ്ഞിരുന്ന ആ മരത്തടി അതോടുകൂടി കരച്ചിൽ നിർത്തി. ചില സഹാബികളും ആ കരച്ചിൽ കേട്ടിരുന്നു എന്ന് സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകൾ നമുക്ക് എണ്ണാൻ സാധിക്കും. അബ്ദുല്ലാഹ് ഇബ്നു ജൗഫർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ വാഹനപ്പുറത്തിരുന്ന് യാത്ര ചെയ്യുകയായിരുന്നു. അങ്ങനെ എനിക്കൊരു സംഭവം വലിയ കൗതുകമുള്ളതായി തോന്നി. ഇതുവരെ ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യ നിർവഹണത്തിന് മറ സ്വീകരിക്കുന്നതിന് ഉയർന്ന സ്ഥലമോ അല്ലെങ്കിൽ ഈത്തപ്പന തൈകളോ ഇഷ്ടപ്പെടുമായിരുന്നു. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യ നിർവഹണത്തിന് വേണ്ടി ഒരു അൻസാരിയുടെ തോട്ടത്തിൽ പ്രവേശിച്ചു. അപ്പോഴതാ ആ തോട്ടത്തിൽ ഒരു ഒട്ടകം അത് പ്രവാചകനെ കണ്ടപ്പോൾ തേങ്ങിക്കരയുന്നു. അതിന്റെ കണ്ണുകൾ ഒലിക്കുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒട്ടകത്തിന്റെ അടുത്തേക്ക് ഇരുന്ന് ആ ഒട്ടകത്തിന്റെ ചെവി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തടവിക്കൊണ്ട് പ്രവാചകൻ ചോദിക്കുന്നു, എന്ത് സംഭവിച്ചു? അതെ, ആ ഒട്ടകം പ്രവാചകന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് ആവലാതി പറയുകയാണ്. പ്രവാചകൻ ചോദിച്ചു, ഈ ഒട്ടകത്തിന്റെ യജമാനനാരാ? അപ്പോൾ അൻസാരിയായ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, അത് എന്റെ ഒട്ടകമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു നിനക്ക് ഉടമപ്പെടുത്തി തന്ന ഈ ഒരു മൃഗത്തിന്റെ കാര്യത്തിൽ, ഈ ഒട്ടകത്തിന്റെ കാര്യത്തിൽ നിനക്ക് അല്ലാഹുവിനെ സൂക്ഷിച്ചുകൂടെ? ഇതെന്താണ് പറയുന്നത്? നീ ഒട്ടകത്തെ പട്ടിണിക്കിടുന്നുണ്ട്, വലിയ ഭാരിച്ച ഭാരങ്ങൾ ജോലി ചെയ്യിപ്പിച്ച് ഒട്ടകത്തെ പ്രയാസപ്പെടുത്തുന്നുണ്ട് എന്നുള്ള ആവലാതിയാണ് ആ ഒട്ടകം എന്നോട് പറഞ്ഞത് എന്ന് ആ ചെറുപ്പക്കാരനായ ഉടമയെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല്
താക്കീത് നൽകുന്നത്. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന 2849 നമ്പർ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ജാബിർ റളിയല്ലാഹു അൻഹു മറ്റൊരു ഹദീസ്, ഞങ്ങൾ നബിയുടെ കൂടെ ഒരു യാത്രയ്ക്ക് മുന്നിട്ടു. അങ്ങനെ ഞങ്ങൾ മനുനച്ചാറുകാരുടെ ഒരു തോട്ടത്തിന്റെ അടുത്തെത്തുന്നത് വരെ യാത്ര തുടർന്നു. അതിൽ ഒരു ഒട്ടകം, ആ തോട്ടത്തിൽ ആ ഒട്ടകം കാരണത്താൽ ബുദ്ധിമുട്ടിയാലല്ലാതെ ഒരാളും തോട്ടത്തിലേക്ക് പ്രവേശിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തോട്ടത്തിലേക്ക് കടന്നു എന്നുകൊണ്ട് ആ ഒട്ടകത്തെ വിളിക്കേണ്ട താമസം അതിന്റെ ചുണ്ട് നിരത്തി വെച്ച് പ്രവാചകന്റെ അടുത്തേക്ക് മുഖം താഴ്ത്തി അനുസരണയോടുകൂടിയതാ ആ ഒട്ടകം പ്രവാചകന്റെ മുമ്പിലേക്ക് വന്നുകൊണ്ട് മുട്ടുകുത്തുന്നു. പ്രവാചകൻ പറഞ്ഞു, അതിന്റെ കടിഞ്ഞാൻ കൊണ്ടുവരൂ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കടിഞ്ഞാൻ ഇടുകയും അതിന്റെ ഉടമസ്ഥനിലേക്ക് അതിനെ നൽകുകയും ചെയ്തു. അതെ, ആ തോട്ടത്തിൽ ആര് പ്രവേശിച്ചാലും ആ ഒട്ടകത്തിന്റെ ഉപദ്രവം സഹിക്കേണ്ടതായി വരും. എന്നാൽ അള്ളാന്റെ റസൂല് വിളിച്ചപ്പോഴോ അനുസരണയോടുകൂടി ആ ഒട്ടകം പ്രവാചകന്റെ മുമ്പിലേക്ക് വരുന്നു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ആകാശഭൂമികൾക്കിടയിൽ എല്ലാ വസ്തുക്കളും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതെ, അനുസരണം കെട്ട മനുഷ്യരും ജിന്നുകളും മാത്രമാണ് ഈ കാര്യം മനസ്സിലാക്കാത്തത്. അല്ലാത്ത ലോകത്തിലുള്ള സർവ്വ ജീവജാലങ്ങളും വസ്തുക്കളും അള്ളാഹുവിന്റെ റസൂൽ ലോകത്തിന്റെ പ്രവാചകനാണ് എന്ന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്തുകളാണ്. ഈ മുഅ്ജിസത്തുകൾ മനസ്സിലാക്കി അത് പരിപൂർണമായി ഉൾക്കൊള്ളാനും വിശ്വസിക്കുവാനും പ്രയാസമുള്ള ചില ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്തുകളാണ്, അതപ്പടി വിശ്വസിക്കുക എന്നതാണ് അവരുടെ ബാധ്യത. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ എന്നോടുള്ളപോലെ നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മറ്റൊരു ഹദീസ് കാണാം. ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒരു യാത്രയിലായിരുന്നു. അങ്ങനെ ഒരു അഅറാബി ഞങ്ങളുടെ അടുക്കലേക്ക് വന്നു. അദ്ദേഹം അടുത്തെത്തിയപ്പോ അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, എവിടേക്കാണ് താങ്കളുടെ ഉദ്ദേശം? അദ്ദേഹം പറഞ്ഞു, എന്റെ കുടുംബത്തിലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവർക്ക് വല്ല നന്മയും വേണോ? അദ്ദേഹം ചോദിച്ചു, അതെന്താണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നീ അത് പ്രഖ്യാപിച്ചു കൊള്ളുക, അതിന് സാക്ഷ്യം വഹിക്കുക. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഹൽ മിൻ ഷാഹിദിൻ അലാ മാ തഖൂൽ. നിങ്ങൾ പറയുന്നതിന് ആരൊക്കെയാണ് സാക്ഷ്യം വഹിക്കാനുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅറാബിയോട് പറഞ്ഞു, ഹാദിഹി സമുറ, ഈ സലമ വൃക്ഷം. ഫദഅഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് ആ സലമ വൃക്ഷത്തെ പ്രവാചകൻ വിളിച്ചു. വഖിയ ബിശാത്തിൽ വാദി, അത് ആ താഴ്വരയിലൂടെ ഇങ്ങനെ നടന്നു വന്നു. ഫഅക്ബലത് തഖുദ്ദുൽ അർള ഹത്താ കാനത് ബൈന യദൈഹി ഫതഷ്ഹദഹാ സലാസൻ. ആ വൃക്ഷം പ്രവാചകൻ വിളിച്ചപ്പോൾ അതാ താഴ്വരയിൽ നിന്ന് നടന്ന് പ്രവാചകന്റെ അടുക്കലേക്ക് വരുന്നു. പ്രവാചകൻ ചോദിച്ചു വൃക്ഷത്തോട്, നീ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആ വൃക്ഷം പറഞ്ഞു, ഫശഹിദത് അന്നഹു കമാ ഖാല സുമ്മ റജഅത് ഇലാ മംബതിഹാ. ഞാനിതാ താങ്കൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് അതിന്റെ അതേ സ്ഥാനത്തേക്ക് വളരുന്ന അതേ സ്ഥാനം ലക്ഷ്യമാക്കിക്കൊണ്ട് അത് തിരിച്ചു നടന്നു എന്ന് ഹദീസിന്റെ റിപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ട അഅറാബിയായ മനുഷ്യൻ പറഞ്ഞു, ഞാൻ എന്റെ സമൂഹത്തിലേക്ക് പോകുന്നു, അവരെയും കൂട്ടി മുഴുവൻ ആളുകളെയും കൂട്ടി താങ്കളുടെ അടുക്കലേക്ക് വന്ന് ഇസ്ലാമാകും, ഇല്ല എങ്കിൽ ഞാൻ തിരിച്ചു വരും, എന്നിട്ട് ഞാൻ ഇസ്ലാം അത് സ്വീകരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതായി ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ മറ്റൊരിക്കലതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യ നിർവഹണത്തിന് പോകുമ്പോ പ്രവാചകന് ആവശ്യം നിർവഹിക്കണം, പക്ഷേ മറയില്ല. എന്ത് ചെയ്യും? പ്രവാചകൻ എല്ലാ സ്ഥലത്തിനും ചുറ്റിലും നോക്കി, ഒരു മറയും കാണുന്നില്ല. അങ്ങനെ നോക്കുമ്പോ അതാ അവിടെ ഒരു വൃക്ഷം, 2 വൃക്ഷങ്ങൾ കാണുന്നുണ്ട് ആ താഴ്വരയിൽ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൻതലക റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഇഹ്ദാഹുമാ
فأخذ بغصن من أغصانها فقال إن كادي على بإذن الله. പ്രവാചകൻ നേരെ ആ വൃക്ഷത്തിന്റെ അടുക്കലേക്ക് ചെന്നു. ആ വൃക്ഷത്തിന്റെ കൊമ്പിൽ പിടിച്ചിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇൻകാദി അല്ലാഹുവിന്റെ അനുമതി പ്രകാരം ഓ മരമേ എന്റെ ഒപ്പം വരൂ, എന്റെ കൂടെ വരൂ. ഒരു ഒട്ടകം അനുസരണയുള്ള മൂക്ക് കയറുടെ ഒട്ടകം എങ്ങനെയാണോ കടന്നു വരുന്നത്, ആ വൃക്ഷത്തിന്റെ കൊമ്പ് പിടിച്ചുകൊണ്ട് പ്രവാചകനത ആ വൃക്ഷത്തെ കൊണ്ടുവരുന്നു. അതുപോലെ മറ്റേ വൃക്ഷത്തെയും പ്രവാചകൻ അതിന്റെ കൊമ്പ് പിടിച്ചുകൊണ്ട് രണ്ട് വൃക്ഷത്തെയും കൂട്ടി നിർത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ രണ്ട് വൃക്ഷങ്ങളും ഒന്നിച്ചു നിൽക്കുക, എന്നിട്ട് എനിക്കൊരു മറയുണ്ടാക്കി തരിക. എന്നിട്ട് പ്രവാചകൻ തന്റെ ആവശ്യം നിർവഹിച്ചു എന്ന് ഹദീസുകളിൽ സ്വഹീഹായ ഹദീസുകളിൽ ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത്. തീർന്നില്ല പ്രിയപ്പെട്ടവരെ. ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, നിങ്ങൾ പ്രവാചകനാണ്, നിങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചു എന്നതിന്റെ തെളിവെന്താണ് എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അല്ല, ആ ഈത്തപ്പന കുലയോട് ഇറങ്ങി വരാൻ കൽപ്പിച്ച് ആ ഈത്തപ്പന കുല എന്റെ അടുക്കൽ വന്നാൽ നീ എന്നിൽ വിശ്വസിക്കുമോ? ആ മനുഷ്യൻ പറഞ്ഞു, അതെ അതെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ ആ മരത്തിൽ നിൽക്കുന്ന ഈത്തപ്പന കുലയോട് ഇറങ്ങി വരാൻ കൽപ്പിക്കുന്നു. അനുസരണയോട് കൂടിയതാ ആ ഈത്തപ്പന ഈത്തപ്പഴം പ്രവാചകന്റെ അടുക്കലേക്ക് നടന്നു നീങ്ങുന്നു, പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വരുന്നു. ഇത് കണ്ട ആ മനുഷ്യൻ ഇസ്ലാം മതം സ്വീകരിച്ചു. പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് സുമ്മക്കാല ഇർജ് എന്നിട്ട് ഈത്തപ്പഴക്കുലയോട് പറഞ്ഞു, ഇർജ്, നീ മടങ്ങിപ്പോ. ഇത് കണ്ട അഹ്റാബിയായ മനുഷ്യൻ ഇസ്ലാം മതം സ്വീകരിച്ച് മുസ്ലിമായി എന്ന് ഹദീസുകൾ പഠിപ്പിക്കുന്നു. ഒരൊറ്റ സംഭവം കൂടി സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദ് പർവ്വതം പ്രവാചകനോട് കാണിച്ച അനുസരണം ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദ് മലയിലേക്ക് കയറി. മൂന്ന് ഖലീഫമാരും കൂടെയുള്ള പ്രവാചകന്റെ അനുയായികൾ ആ സമയത്ത് ഉഹുദ് മല ഇളകാൻ തുടങ്ങി. പ്രവാചകൻ പറഞ്ഞു, നീ അടങ്ങൂ, നിന്റെ മുകളിലുള്ളത് ആരാണെന്ന് നിനക്കറിയില്ലേ? അതെ, ഒന്ന് നബിയാൻ അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊന്ന് സിദ്ദീഖ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ റസൂൽ ഏതൊന്ന് പറഞ്ഞാലും യാതൊരു സംശയവുമില്ലാതെ അതെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണോ എങ്കിൽ ഞാനത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ഇസ്രാഈലിന്റെ വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പ്രവാചകൻ അങ്ങനെ പറഞ്ഞുവെങ്കിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിലൂടെ സിദ്ദീഖ് എന്ന അവരനാമം ലഭിച്ച മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവാണ് ഉഹദിന്റെ മുകളിലുള്ളത്. മറ്റൊന്ന് രണ്ട് ശുഹദാക്കളുമുണ്ട്. ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്, അല്ലാഹുവിന്റെ റസൂലിന്റെ നുബുവത്തിന് തെളിവായിക്കൊണ്ട് അതെ വർഷങ്ങൾക്ക് ശേഷം നടക്കേണ്ട സംഭവം അതാ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഷഹീദായിക്കൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു സാധാരണ മരണമാണ് വരിച്ചത്. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ശത്രുക്കളാൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അവരൊന്ന് ഷഹീദായി. അത് അല്ലാഹുവിന്റെ റസൂൽ ഉഹദിന്റെ മുകളിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചു, അതേ ഉഹദേ അടങ്ങിക്കോ, നിന്റെ മുകളിലുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഷഹീദാനി. രണ്ട് ശുഹദാക്കൾ വരാൻ പോകുന്ന ഉമർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആകുന്ന നിന്റെ മുകളിലുള്ളത്. എന്തിനാണ് ഉഹദ് ഇളകിയത്? പ്രവാചകനും അനുയായികളും തന്റെ മുകളിലേക്ക് വന്നപ്പോഴുള്ള സന്തോഷം കൊണ്ടാണ് അങ്ങനെ ഒന്ന് തുള്ളിയത്. ആ സമയത്ത് പറഞ്ഞു, ഉഹദേ നീ അടങ്ങി നിൽക്കൂ എന്ന്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത് ഹദീസുകളിൽ നിന്നും പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നും വിരലിലെണ്ണാവുന്ന ചില മുഅ്ജിസത്തുകൾ മാത്രമാണ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് മുഅ്ജിസത്തുകൾ അല്ലാഹുവിന്റെ റസൂലിലൂടെ അല്ലാഹു പ്രകടമാക്കിയത് ഹദീസിന്റെ താളുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും.
അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തി അള്ളാഹുവിന്റെ റസൂലിനെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കി തരികയും നാളെ അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാൻ മഹാഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അർഹമുർ റഹീമായ റബ്ബ് നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മയും നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലദിയാ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم أحينا كتاب والسنة وأمتنا مع الإيمان والتوبة اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا إلا للذين آمنوا ربنا إنك رؤوف رحيم.